ഹലോ, ഗുഡ് മോർണിംഗ്. ദിസ് ഈസ് എ സൺഡേ മോർണിംഗ്. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്. ഒരു 6:30 കഴിഞ്ഞു എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ. സാറ്റർഡേയും സൺഡേയുമാണ് അങ്ങനെ അലാറത്തെ പേടിക്കാതെ ലാവിഷായിട്ട് കുറച്ച് നേരം കിടന്ന് അങ്ങനെ എഴുന്നേറ്റ് വരുന്ന ദിവസം. അലാറം വെച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. അലാറം വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 6:30യുടെ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ പള്ളിയിൽ പോകണം. 8:30 പോയാൽ മതി. എന്നാലും എങ്ങാനും അതറിയാതെ കിടന്നുറങ്ങിപ്പോയാലോ എന്ന് വിചാരിച്ച് ഒരു 6:30യുടെ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പ് തന്നെ കണ്ണ് തുറന്ന് അങ്ങനെ എഴുന്നേറ്റ് വന്നു. രാവിലെ പള്ളിയിൽ പോകുന്നതുകൊണ്ട് അതിന് മുമ്പ് കിച്ചണിൽ വലിയ കുക്കിംഗ് ഒന്നുമില്ല. മക്കൾ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് പാലിൻ്റെ കൂടെ ഒരു സത്തു എന്ന് പറയുന്ന ഒരു ഡ്രിങ്ക് ഉണ്ട്. ഒരു പൗഡറാണ് ആക്ച്വലി അത് ജസ്റ്റ് ഒന്ന് പാലിലിട്ടാൽ മതി. നമ്മുടെ മില്ലറ്റ്സ് അല്ലെങ്കിൽ നട്ട്സ് അങ്ങനത്തെയൊക്കെ പൊടിച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ജസ്റ്റ് പൊടിച്ചിട്ടുള്ളൊരു പൗഡറാണ്. അത് നമ്മൾ വെറുതെ പാലിലൊന്ന് ഇട്ട് അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലായാലൊന്ന് ജസ്റ്റ് ഒന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്താൽ മതി. നമുക്ക് ഈ ഡ്രിങ്കിലേക്ക് വേണമെങ്കിൽ ശർക്കരയുടെ പൊടിയോ അല്ലെങ്കിൽ നട്ട്സ് അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അതിലൊട്ടും ഒരു ഷുഗർ ടേസ്റ്റുള്ള ഡ്രിങ്ക് അല്ല, നമ്മുടെ ഹോർലിക്സ് ബോൺവിറ്റ അങ്ങനത്തെ ഒരു ഡ്രിങ്ക് അല്ല. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കും, പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ഒരു മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിത്തിരി യൂഷ്വലി കുറച്ചൊരു ശർക്കര പൊടി ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ നട്ട്സോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇവിടെ മോസ്റ്റ്ലി ഇവിടുത്തെ ആൾക്കാർ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അവർക്ക് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അത്ര കമ്പൽസറി അല്ല. ബ്രേക്ക്ഫാസ്റ്റായിട്ട് മോർണിംഗിൽ പണ്ട് തുടങ്ങി അവർ കഴിച്ചുകൊണ്ട് വരുന്ന ഒരു ഡ്രിങ്കാണത്. സാറ്റർഡേയോ സൺഡേയോ അങ്ങനെ മോർണിംഗിൽ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ മിക്കവാറും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവ്. ഇവിടുത്തെ തണുപ്പൊക്കെ ഓൾമോസ്റ്റ് മാറി തുടങ്ങി. ഇപ്പോൾ ചൂട് അങ്ങനെ ആയിട്ടില്ല, എന്നാലും കുറേശ്ശെ ചൂടൊക്കെ ആയി തുടങ്ങിയിട്ട് അപ്പോൾ ബ്ലാങ്കറ്റുകളൊക്കെ എടുത്ത് വെക്കാനുള്ള ടൈമായി. അതിന് മുമ്പ് ഒന്ന് വാഷ് ചെയ്യാനായിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് എഴുന്നേൽക്കാനായിട്ട് ഓരോരുത്തർ വിളിക്കുന്നുണ്ടെങ്കിലും അവർ ഇതേവരെ ബെഡ്മേന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഓരോരുത്തരുടെ കൈയും കാലൊക്കെ അവിടെ നിന്നൊക്കെ വരുന്നതല്ലാതെ. ഞാൻ നേരത്തെ പറഞ്ഞ സാത്തഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലെടുത്ത് താണ്ടത്തി കുറേ പുറത്തേക്ക് പോയി. പിള്ളേരെക്കാളും കഷ്ടമാണ് എൻ്റെ കാര്യം. പറഞ്ഞിട്ട് എന്താ, പിള്ള മനസ്സിൽ കള്ളമില്ല എന്നല്ലേ. ഇതിലേക്ക് നമുക്ക് ഒരാൾക്കൊരു 2-3 സ്പൂണൊക്കെ എടുത്താൽ മതി. ഞാനിപ്പോൾ എത്രയ്ക്ക് 2 പേർക്കും കൂടിയിട്ടാണ് ഒരു 5 സ്പൂണോളം ഞാൻ ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ ജാഗ്രിയുടെ പൊടിയും ഒരു 2 സ്പൂൺ പൊടിയായിട്ടുള്ള ജാഗ്രി ആയതുകൊണ്ടാണ് അങ്ങനെ ഡയറക്റ്റ്ലി ഒരു 2 സ്പൂൺ ഇടുക. അല്ലെങ്കിൽ പഞ്ചസാര ആയാലും ഇട്ടാൽ മതിയെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ ഇത് അവൈലബിൾ ആണോ എന്നറിയത്തില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലായാലും ഏത് ഷോപ്പിലായാലും ഇത് കുറേ വെറൈറ്റീസ് ഇതിൻ്റെ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ചെന സത്തു, നമ്മുടെ വെള്ളക്കടല പൊടിച്ചിട്ട് അതിൻ്റെ സത്തു പൗഡറാണ്. പിന്നെ അതിലൊരു നട്ട്സും കൂടി ആഡ് ചെയ്യുന്നത്. പക്ഷേ നട്ട്സിൻ്റെ ഒന്നും അങ്ങനെ ടേസ്റ്റ് ഇല്ല. ഞാൻ വേറെ കുറച്ച് എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള നട്ട്സ് എന്തെങ്കിലും കുറേശ്ശെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയ ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല, പക്ഷേ ഒരു ഹെൽത്തി വേർഷനാണ് എന്ന് മാത്രം പറയാം. ഒരാൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്, അടുത്ത ആളിനി എപ്പോഴാണെന്ന് അറിയില്ല. ഞാൻ ചോറ് വെക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം അരി വെള്ളത്തിലിടും. അത് എന്തിനാണ് എന്ന് വെച്ചാൽ അതങ്ങനെ അറിയില്ല. ഞാൻ രാവിലെ എനിക്കുമ്പോൾ തന്നെ അരി കുറച്ച് നേരം വെള്ളത്തിലിടും. എൻ്റെ സെയിം വാട്ടറിലാണ് ഞാൻ പിന്നെ ചോറ് വയ്ക്കുക, കുക്കറിൽ ചോറിൽ വയ്ക്കും. ഞങ്ങൾക്കിവിടെ സൺഡേ മലയാള മാസം മോർണിംഗിൽ 8:30 അപ്പോൾ അത് കഴിയുമ്പോൾ എന്തായാലും ഒരു 10:15 ആവും. അപ്പോൾ വീട്ടിലെത്തുമ്പോൾ ഒരു 11 മണിയുടെ അടുത്താവും. അപ്പോൾ കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് ചിയാ സീഡ്, ഒരു 4 to 5 സ്പൂൺ ചിയാ സീഡ് എടുത്തിട്ട് പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ കട്ട പിടിച്ച് കിടക്കാൻ ചാൻസുണ്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളത്തിലായാലും മിക്സ് ചെയ്താൽ മതി. ഞാനപ്പോൾ പാലിലാണ് മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കാഷ്യൂ, ബദാം അങ്ങനത്തെ കുറച്ച് നട്ട്സും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യണം. എന്നിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ വല്ല ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രൂട്ട്സ് ഞാൻ ആക്ച്വലി വന്നിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ വെറുതെ നട്ട്സും ചിയാ സീഡ്സും ഒക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നട്ട്സ് നമുക്ക് നമ്മൾ കഴിക്കുന്ന സമയത്തായാലും ആഡ് ചെയ്താൽ മതി. പക്ഷേ ചിയാ സീഡ് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കണം. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു മധുരത്തിനായിട്ട് കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ട് ചെറിയ പീസ് എടുത്തിട്ട് അതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ലാസ്റ്റിൽ ഞാൻ അതിലേക്ക് കുറച്ച് ഓട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. 2-3 സ്പൂൺ ഓഫ് ഓട്സ്, ഓൾറെഡി റോസ്റ്റ് ചെയ്ത ഓട്സ് ആണ്. ഞാൻ കൊണ്ടുവരുമ്പോൾ തന്നെ കുറച്ച് എടുത്തിട്ട് അങ്ങനെ റോസ്റ്റ് ചെയ്ത് വെക്കും. അപ്പോൾ എന്തുണ്ടാക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് തന്നെയാണ് എടുക്കാറ്. ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ റോസ്റ്റ് ചെയ്യാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഓട്സ് ഞാൻ എപ്പോഴും റോസ്റ്റ് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ ഞാൻ അതെടുത്താണ് പുട്ടുണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ എടുത്ത് പൊടിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇത് ചെയ്യാറ്. അപ്പോൾ ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത ഓട്സ് ആണ്, അത് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് 3 പേർക്കും കൂടിയിട്ടാണ് കേട്ടോ, അതാണ് ഇത്ര കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് കറിക്കായിട്ട് സോയ ചങ്ക്സ് ഫ്രൈ ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമാണ് വിചാരിക്കുന്നത്. അപ്പോൾ സോയ ചങ്ക്സിനും കുറച്ച് ചൂടുവെള്ളത്തിൽ അങ്ങനെ കുറച്ച് നേരം സോക്ക് ചെയ്യാനായിട്ട് കുറച്ച് നേരം എന്തായാലും ഇനി വന്നിട്ടാണ് ഞാൻ അതിൽ നിന്ന് എടുക്കുള്ളൂ. അപ്പോൾ ഒരു 2-3 hours അതിലങ്ങനെ കിടന്നോളൂ. പണ്ടൊക്കെ വീട്ടിൽ സോയ ചങ്ക്സ് വെക്കുമ്പോൾ അമ്മ അത് തലേ ദിവസം നമ്മൾ കടലയും പയറൊക്കെ വെക്കുന്നത് പോലെ തലേ ദിവസം അത് വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം കറി വെക്കാറാണ് പതിവ്. പക്ഷേ ഞാൻ ഇങ്ങനെ വെച്ച് തുടങ്ങിയപ്പോൾ ഒരു മണിക്കൂർ മാക്സിമം ഒരു 1-2 മണിക്കൂറൊക്കെ ഞാൻ വെള്ളത്തിലിടാറുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അതാണോ ശരി എന്നൊന്നും അറിയില്ല. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് വെക്കാറ്. ഇതിനിടയ്ക്ക് ഞങ്ങളിത് റെഡിയായി ഞങ്ങൾ പള്ളിയിൽ പോവുകയാണ്. ഓൾറെഡി ലേറ്റായി. 8:30 കുർബാനയ്ക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 8:30 ആയിട്ടോ. അതങ്ങനെയാണല്ലോ, ടൈമുണ്ട് എന്ന് പറഞ്ഞിരിക്കും. ലാസ്റ്റ് ഇറങ്ങുന്ന സമയമാകുമ്പോൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടാവും. ഞങ്ങൾക്കൂടെ പള്ളിയുടെ അകത്ത് വേറെ മാസം നടക്കുന്നുണ്ടാവും, ഒറിയ അല്ലെങ്കിൽ ഹിന്ദി മാസം നടക്കുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ മലയാളം മാസം ഞങ്ങൾക്ക് അണ്ടർഗ്രൗണ്ടിലാണ്, അതാണ് ഞങ്ങൾ താഴോട്ട് പോകുന്നത്. കുർബാനയ്ക്ക് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒരു 11 മണി ആവാറായിട്ടോ. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ചിയാ സീഡ് പുഡിംഗ് അവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല, പുറത്ത് തന്നെ വെച്ചിട്ട് അധികം നേരമില്ല, ഞാൻ പുറത്ത് തന്നെ വെച്ചിട്ടാണ് പോയിരുന്നത്. ഞാൻ വന്നിട്ട് അതിലേക്ക് കുറച്ച് സീഡ്സ് ഇട്ട്, ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ് അങ്ങനെ കുറച്ച് സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ കട്ടയായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും കൂടി പാല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കണമെന്നില്ല, കട്ടയായിട്ട് കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ അതിൽ ഫ്രൂട്ട്സ് ആയിട്ട് ബനാന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് പപ്പായോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കും. ഞാൻ അതും പിന്നെ ഒരു സ്ട്രോബെറിയുടെ പീസും വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള സോയ ചങ്ക്സ് ഒന്ന്
ഒന്ന് പിഴിഞ്ഞ് അത് എനിക്ക് കിട്ടുന്ന സോയ ചങ്ക്സ് കുറച്ച് വലുതായിരുന്നു. എനിക്കങ്ങനെ അത്ര വലുത് ഇഷ്ടമല്ല. അപ്പോൾ ഞാനതിനെ കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് ഇങ്ങനെ ഞാൻ കുറേ പ്രാവശ്യം അതിൻ്റെ ആ ഒരു പദമാതിരി പോകുമല്ലോ, അത് പോകുന്നത് വരെ ഞാനിങ്ങനെ പിഴിഞ്ഞ് കളയും. ഞാനിപ്പോൾ ഇതിനെ ഫ്രൈ ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഫ്രൈ ചെയ്യാന്ന് വെച്ചാൽ എയർ ഫ്രയറിൽ ഒരു 10-15 മിനിറ്റ് വെച്ചാൽ അതിന് ഒരുവിധം ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് സബോള അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇന്ന് അങ്ങനെയൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാല പുരട്ടി വെക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി ഇട്ടിട്ടില്ല, ബാക്കിയെല്ലാം ഇട്ടു. പിന്നെ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്, കാരണം നമ്മൾ ഓയിലിൽ ഇട്ടിട്ടല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് മസാല പുരട്ടുന്ന സമയത്ത് കുറച്ച് ഓയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് മസാല പുരട്ടിയിട്ട് കുറച്ച് നേരം വെക്കാം. നമുക്ക് തലേ ദിവസം ഇങ്ങനെ പുരട്ടി വെക്കാമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് മസാല പിടിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇത് കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതോടെ മസാല പിടിച്ചൊക്കെ വരുമ്പോഴേക്കും ബാക്കി വീട്ടിലെ ക്ലീനിങ്, പിന്നെ മെഷീനിൽ കുറച്ച് തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വിരിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ തീർത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അലക്കാനുള്ള തുണികൾ ഞങ്ങൾ ഓൾട്ടർനേറ്റീവ്സ് അലക്കിപ്പോകും. പക്ഷേ ഇന്ന് ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ പിള്ളേരുടെ യൂണിഫോം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേയിലേക്ക് മാറ്റി വെച്ചിട്ട് അന്നത്തായിരിക്കും പരിപാടി. പിന്നെ ക്ലീനിങ് തുടക്കൽ അങ്ങനത്തെ പരിപാടികളൊക്കെ സാറ്റർഡേ സൺഡേ അങ്ങനത്തെ ദിവസങ്ങൾ മാത്രമായിരിക്കും. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ച് വരിക എന്നുള്ളതായിരിക്കും. പിന്നെ അങ്ങനെ ടൈം കിട്ടിയാൽ തുടയ്ക്കും എന്നല്ലാതെ ഡെയിലി തുടയ്ക്കുന്ന പരിപാടികളൊന്നും ഉണ്ടാവാറില്ല. ഈ ബ്ലാങ്കറ്റിൻ്റെ മെഷീനിലിട്ടപ്പോൾ ഇത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. മെഷീനിലിട്ട് അഴയും നോക്കിയപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ചെറിയ അഴയാണ്, ആ ബാൽക്കണിയുടെ ആ കാണുന്ന അത്രയേ ഉള്ളൂ അഴയുടെ. ചെറിയ ബ്ലാങ്കറ്റ് ഇടാൻ കുഴപ്പമില്ല, വലിയ തുണികളിടുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് പണിയുണ്ടാവും. പിന്നെ കുഞ്ഞു തുണികളൊക്കെ ഞങ്ങൾ പിള്ളേരുടെ തുണികളും അങ്ങനത്തെ കുഞ്ഞു തുണികളൊക്കെ ഞങ്ങൾ സ്റ്റാൻഡിലാണ് ഇടുക. അത് അവർ പിള്ളേർ തന്നെ ചെയ്തോളും, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് അവരുടെ ഓറഞ്ച് ഗ്രേപ്സ് ഒക്കെ വെച്ചിട്ട് ഒരു വൈറൽ പരിപാടി ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ട്രെൻഡിങ്ങും ഇതൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് അവർ കുറേ ദിവസമായി അവർ വീഡിയോ കണ്ടിട്ട് അവരത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നു. ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഓറഞ്ച്, അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇവർ കുറേ നാളായിട്ട് കാത്തിരുന്ന സാധനമായിരുന്നു. പക്ഷേ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കഴിച്ച് നോക്കിയപ്പോൾ അവർക്ക് അത്ര ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടമായില്ല. അവർ പറഞ്ഞത് ഇതൊന്നും ഇല്ലാത്ത സാധാരണ ഓറഞ്ച് കഴിക്കുന്നതാണ്, ഇങ്ങനെ കഴിക്കുന്നതിലും അതാണ് ടേസ്റ്റ് എന്നാണ് അവർ പറഞ്ഞത്. എനിക്കും അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. ഇനി ഞങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ കുഴപ്പമാണോ ഞങ്ങൾക്ക് കിട്ടിയ ഓറഞ്ചിൻ്റെ, ഇത് ശരിക്കും ഓറഞ്ച് ആയിരുന്നില്ല, ഒരു ഓറഞ്ചിൻ്റെയും മുസമ്പിയുടെയും നടുക്കുള്ള ഒരു സാധനമായിരുന്നു. ഇനി അതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. ഇതിങ്ങനെ ഓറഞ്ചിൻ്റെ വെച്ചിട്ട് അധികം ഇഷ്ടമാകാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ മുന്തിരി വെച്ചിട്ട് ചെയ്ത് നോക്കിയില്ല. അതും ഇനി ഇങ്ങനെ ഫ്ലോപ്പായെന്നേ ഉള്ളൂ. ഞങ്ങൾ ഇത് കഴിച്ച് തീർത്തു കേട്ടോ. ഒരു 2 ഓറഞ്ച് വെള്ളം വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങൾ എന്തായാലും കഴിച്ച് തീർത്തു, കളഞ്ഞില്ല. അവൾ പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ മുളകിന് എരിവാണ് എന്നൊക്കെ പറഞ്ഞ് അവർ കഴിക്കാതിരുന്നല്ലേ. ഇപ്പോൾ അവർ പറഞ്ഞിട്ടായതുകൊണ്ട് നോ പ്രോബ്ലം. അങ്ങനെ ആ പരിപാടിക്കൊക്കെ ശേഷം വീണ്ടും ഈ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. രാവിലെ ഇതിലേക്ക് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അരിയെടുത്ത് ഞാൻ കുക്കറിലിട്ടിട്ടുണ്ട്. ഞാൻ 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എന്നുള്ള ഇതിലാണ് വെക്കാറ്. എന്നിട്ട് 3 വിസിലടിക്കും. ഒരു വിസിൽ ഫുൾ ഇതിലടിക്കും, എന്നിട്ട് കുറച്ച് വെച്ചിട്ട് 2 വിസിലടിക്കും. അത് ഏത് അരിയായാലും ഞാൻ അങ്ങനെ, ഏതരിയെന്ന് നോർമൽ യൂസ് ചെയ്യുന്ന അരിയാണ് ഞാൻ, ബസ്മതി റൈസൊക്കെ ആണെങ്കിലല്ല, നോർമൽ യൂസ് ചെയ്യുന്ന അരിയാണെങ്കിൽ ഞാൻ അത് ഏതായിരുന്നാലും ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. നോർമലി ആയിട്ട് വെന്ത് കിട്ടാറുണ്ട്, കുഴപ്പമുണ്ടാവാറില്ല. അതിനോടൊപ്പം തന്നെ മസാല പുരട്ടി വെച്ചിരുന്ന സോയ ചങ്ക്സ് എടുത്തിട്ട് ഞാൻ എയർ ഫ്രയറിലേക്ക് വെക്കുന്നുണ്ട്. ഞാനൊരു 15 മിനിറ്റ്സോളാണ് വെക്കുന്നത്. 15 മിനിറ്റ്സ് കൊണ്ട് ഒരുവിധം ക്രിസ്പി ആയിട്ട്, ഭയങ്കരമായിട്ട് ക്രിസ്പി ആയിട്ടല്ല, ഒരുവിധം ക്രിസ്പി ആയിട്ട്, ഒരു 90% ക്രിസ്പി ആയിട്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് അങ്ങനെ ക്രിസ്പി ആണെങ്കിൽ ഒരു കുറച്ച് നേരം കൂടി വെച്ചാൽ മതി. നമ്മൾ ഇടയ്ക്കിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 180 ഡിഗ്രിയിൽ 15 മിനിറ്റ്സോളാണ് വെക്കുന്നത്. അത് രണ്ടും അവിടെ റെഡി ആകുമ്പോഴേക്കും അടിച്ചു വാരലും തുടങ്ങി അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോണതാണ്. ഞാനങ്ങനെ എല്ലാ ദിവസവും തുടക്കാറില്ല കേട്ടോ. സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ അല്ലെങ്കിൽ വീക്ക് ഡേയ്സിൽ ചിലപ്പോൾ ഏതെങ്കിലും ദിവസം ഹോളിഡേ കിട്ടുക അല്ലെങ്കിൽ വേറെ അങ്ങനെ എന്തെങ്കിലും ടൈം കിട്ടുകയാണെങ്കിൽ ഒരു ദിവസം തുടച്ചിടും, അത്രേ ഉള്ളൂ കേട്ടോ. പിള്ളേർ കുഞ്ഞിതായിരുന്നപ്പോൾ അവരിങ്ങനെ എഴുന്നേൽക്കുന്ന പ്രായത്തിലൊക്കെ എല്ലാ ദിവസവും തുടക്കലും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരൊന്ന് വലുതായി വന്നപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ് എന്നല്ല, ഇങ്ങനെ ചെയ്യാനാണ് ടൈം കിട്ടാറ്. അപ്പോൾ അങ്ങനെ അതിൽ ഒതുക്കും. ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ, നാട്ടിലുള്ള വലിയ വീടുകളൊക്കെ എല്ലാ ദിവസവും അടിച്ചു തുടയ്ക്കുന്നവരെയൊക്കെ സമ്മതിക്കണം അല്ലേ. ഇവിടെ എനിക്ക് 2 ബെഡ്റൂമും ഒരു ഡൈനിങ് റൂമും, അത് തന്നെ എല്ലാ ദിവസവും തുടയ്ക്കാൻ തന്നെ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ നാട്ടിലൊക്കെ വീട് എല്ലാ ദിവസവും തുടയ്ക്കുന്നവരെ സമ്മതിക്കാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ വീട്ടിലെ ക്ലീനിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞത് ഞങ്ങളിത് ചോറുണ്ണാൻ പോവാണ്. സോയ ചങ്ക്സ് അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ ഓൾറെഡി പനീറും ബ്രക്കോളിയും കൂടി ഉപ്പേരിമാരി ഉണ്ടാക്കിയിരുന്ന അത് ഓൾറെഡി ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കുട്ടികൾക്ക് ഇതേ ചോറ് കൊടുത്തു. എനിക്ക് ഓൾറെഡി മില്ലറ്റ് ബിരിയാണി ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു, അവർക്ക് അത്ര ഇഷ്ടമല്ല മില്ലറ്റ്, ഞാൻ അങ്ങനെ നിർബന്ധിക്കാറുമില്ല. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങളിതേ ചോറുണ്ണാണ്. അത് കഴിഞ്ഞ് ഞങ്ങളിതേ സുഖമായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് കിടന്നുറങ്ങും. ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.